പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു പ്രത്യേകിച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് യൂട്യൂബ് ചാനൽ ഉള്ളവർക്കും ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കിഡിലൻ വീഡിയോ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടാൽ തന്നെ ഇന്നൊരു തമ്പനയിൽ മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ട് തമ്പനയിൽ എങ്ങനെ മേക്ക് ചെയ്യാമെന്നുള്ള. സോ ഈ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. അപ്പം ഞാൻ ഇതിനു മുമ്പ് Q&A വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ കമൻറ്റ് ഇട്ടൊരു വീഡിയോ ആണ്. ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഇത് വരും, ഇങ്ങനെ ഒരു സ്ക്രീന് വെച്ച് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മറ്റന്നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെന്താ നിങ്ങൾ കാണുക. അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ അത് നമുക്ക് ആൻഡ്രോയിഡിൽ ചെയ്യാം, ലാപ്പോ പിന്നെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് ഒരു അട്രാക്റ്റീവ് തമ്പനയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് തമ്പനയിൽ മേക്കർ ഫോർ യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അതിൽ കാണുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വേണ്ട ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് കൊടുത്തത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ പോയിട്ട് ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പേര് തമ്പനയിൽ മേക്കർ ഫോർ യൂട്യൂബ്. ഒരു സാധാരണ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ അൾട്ടിമേറ്റോ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. തമ്പനയിൽ മേക്കർ ഫോർ യൂട്യൂബ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. സോ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സ്ക്രീനിലൊക്കെ കാണിച്ചു തരും. അതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ തമ്പനയിൽ എങ്ങനെ ഉണ്ടാക്കാം നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇതാണ് നമ്മുടെ തമ്പനയിൽ മേക്കർ ഫോർ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു മറ്റേ പ്രോറ്റിറ്റിലെ ഒരു മോഡിലാട്ടോ, ലാൻഡ്സ്കേപ്പ് മോഡിലല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഇൻ്റർവ്യൂസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് തമ്പനയിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചാനൽ ആർട്ട്, പിന്നെ കവർ മേക്കർ, മൈ പ്രൊജക്റ്റ്, ഇൻട്രോ മേക്കർ, വ്ളോഗ് സ്റ്റാർ, ഇങ്ങനെ കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ അപ്പോൾ ഈ വ്ളോഗ് സ്റ്റാർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണും എന്താ സംഭവം എന്നൊക്കെ. ഓക്കെ, ഇതാട്ടോ വ്ളോഗ് സ്റ്റാർ. പിന്നെ ഇൻട്രോ മേക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ തമ്പനയിൽ മേക്കർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തമ്പനയിൽ മേക്കർ ഇതിപ്പോൾ ഞാൻ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഇതിൽ നമുക്ക് പ്രീമിയം ഉണ്ട്. അപ്പം ചിലത് നമുക്ക് എടുക്കാൻ കഴിയും, എല്ലാം ഒന്നും എടുക്കാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഇതൊക്കെ കിട്ടിയില്ല. അപ്പം എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് അട്രാക്റ്റീവ്, അത് നല്ലൊരു സ്പെഷ്യൽ ഇതായിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രീമിയം അല്ലാതെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഫോട്ടോ കൊടുക്കാനാണ് നമ്മളിവിടെ പറയുന്നത്. ഫോട്ടോയുടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു ഫോട്ടോ ഞാനിപ്പോൾ എൻ്റെ എടുത്തൊരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഫോട്ടോ ഇവിടെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ഇപ്പുറത്ത് നിങ്ങൾക്ക് ഏത് ഫോട്ടോ കൊടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒരു മീനിൻ്റെ ഫോട്ടോ ആട്ടോ കൊടുക്കുന്നത്. ഒരു കുറേ മീനുള്ളൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു മീനിൻ്റെ ഫോട്ടോ ഇങ്ങനെ കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ ഇനി നോക്കാൻ പോകുന്നത് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഞാനിപ്പോൾ വേറൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ തന്നെ വേറൊരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇപ്പോഴത്തെ ആ ഫോട്ടോ ഞാൻ എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ കാണാൻ കഴിയും. അത് ഞാനിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റാനുള്ളതാണ്. ഇത് നിങ്ങൾക്ക് കുറേ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ മാറ്റാൻ കഴിയും, ഇങ്ങനെ ആക്കാൻ കഴിയും, പിന്നെ ഇങ്ങനെ ആക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താക്കും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ കഴിയത്തില്ല കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ സാധാരണ ഒരു തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്താണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ടെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടൈപ്പ് ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് എന്താക്കുകയാണ്, നിങ്ങൾക്ക് ടൈപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കുറേ ഫോണിൻ്റെ മോഡലുകൾ, കളർ മോഡലൊക്കെ മാറുന്ന കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇതിൽ അധികം ഇത് പ്രീമിയമാണ്. നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും 2-3 യൂസ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ എന്താ അടിക്കുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് എന്ന് അടിക്കാം കേട്ടോ. ഓക്കെ, യൂട്യൂബ് നിർദ്ദേശിച്ച് ശരി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് വരുന്നത് അത് ജസ്റ്റ് ക്ലിയർ അടിച്ചതിന് ശേഷം നമുക്കിനി എത്ര ഫോണ്ട് ഇതിൽ അവൈലബിൾ ആണ് നോക്കാം. അപ്പോൾ നമുക്ക് അതിൽ ന്യൂ ഫോണ്ട് ഉണ്ട്. അതിൽ യൂട്യൂബ് ഇങ്ങനെയാണ് വരുന്നത്. ഫോളോവേഴ്സ് ഉള്ളത് യൂട്യൂബ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ പ്രോയിൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ബിഫോറിൽ ഇങ്ങനെയാണ് വരുന്നത്. ബിഫോർ എന്നാൽ താഴെ കൊടുത്തൊരു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡേറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ അത്യാവശ്യം എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുന്നൊരു മോഡലാണ് വരുന്നത്. പിന്നെ ഇതിൽ ചലഞ്ച്. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്നും അവൈലബിൾ അല്ല. ഏതെങ്കിലും 2-3 ഇതിൽ അവൈലബിൾ ആയി കിട്ടിയിട്ടുള്ളൂ.
നമ്മൾ യൂട്യൂബ് ഒരു 3D മോഷനിലാണ് നമുക്ക് ചലഞ്ച് എന്നുള്ളത് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ടേക്ക് പോയേക്കാം. അടുത്ത ഓപ്ഷൻ ടെക്സ്റ്റിൻ്റെ ഒരു ഫോണ്ട് ഓപ്ഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഫോണ്ട് വേണ്ടത് സെലക്ട് ചെയ്യാം. പക്ഷേ ഇതിൽ പ്രീമിയം ഉണ്ട്. പ്രീമിയം ഉള്ളതുകൊണ്ടൊന്നും എല്ലാവരും സെലക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോൺ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ കളർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും പിന്നെ അത് നെടുക്കായിട്ടൊരു കളറില്ല, ഈ ഒരു കളർ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാനിപ്പോൾ അവിടെ ഒരു ഇങ്ങനത്തെ കളർ കൊടുത്തു. പിന്നെ നമുക്ക് കളർ കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഒറ്റ കളർ കൊടുക്കാം, പിന്നെ ഗ്യാരൻറ്റി കൊടുക്കാം, പിന്നെ ടെക്സ്ചർ കൊടുക്കാം. ഓക്കെ, ടെക്സ്ചറാണ് പൊളിയെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് പോയി അതിൻ്റെ സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ബ്ലർ വേണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അടുത്ത ഓപ്ഷനിൽ പോയി റേഡിയസ് കൊടുക്കാം. ഓക്കെ, പിന്നെ ഓപ്സിറ്റി നിങ്ങൾക്ക് അത് നിങ്ങളെ കണക്ക് പോലെ ഓപ്സിറ്റി കൊടുക്കാം. പിന്നെ ആംഗിൾ അത് നിങ്ങളുടെ കണക്ക് പോലെ കൊടുക്കാം. പിന്നെ ഹൈറ്റ് കൊടുക്കാം, വിഡ്ത്ത് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് 360 വേണമെങ്കിൽ അത് കൊടുക്കാം, കറക്റ്റ് വേണമെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ല കിടിലൻ എഡിറ്റിംഗ് ഒക്കെ തന്നെയാണ് കേട്ടോ ഇതിനും കിട്ടുന്നത്. പൊള്ളിയായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൈ പോലെ ഇങ്ങനെയൊക്കെ വെച്ച് 3D ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയാണ് നമ്മളെ ഈ ഒരു ടെക്സ്റ്റ് ഓപ്ഷനിൽ വരുന്ന കുറച്ച് ഓപ്ഷനുകൾ. അടുത്ത നമ്മൾ പോകുന്ന ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിപ്പോൾ ചിലത് ഇത് മറ്റേ പ്രീമിയം ആവും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എന്താക്കുന്നത് ഈ ഓപ്ഷനിൽ പോണ്. അപ്പോൾ നമ്മൾ നേരെ 3D ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 0 ഡിഗ്രി തന്നെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമാക്കണ്ട, നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ടേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് അൺലോക്ക് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും സെലക്ട് ചെയ്യുന്നൊന്നും പ്രീമിയം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് പ്രീമിയം ആണ്. അപ്പോൾ നമ്മൾ അതാണ് ക്ലിക്ക് ചെയ്തത്, പ്രീമിയം എല്ലാത്തിനും ക്ലിക്ക് ചെയ്തത്. അപ്പോൾ പ്രീമിയം ആണ് ഇതിലധികം വരുന്നത്. അപ്പം VIP അങ്ങനത്തെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ആക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് അത് എത്തിയ ശേഷം ഞാനിവിടെ എന്താക്കാണ് സ്റ്റിക്കർ ഓപ്ഷനിൽ പോകണം. അപ്പോൾ സ്റ്റിക്കർ ഓപ്ഷനിൽ പോയ ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറേ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഞാൻ ഇവിടെ ലൈവ് സ്റ്റിക്കേഴ്സ് ക്ലിക്ക് ചെയ്താൽ ലൈവ് നമ്പർ 1 ബെസ്റ്റ് HD യൂട്യൂബ്, പിന്നെ അങ്ങനത്തെ WTF 100 മില്യൺ വ്യൂസ് ലൈവ് HD OMG ബെസ്റ്റ് ന്യൂ വാവ്, അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് 4K ക്വാളിറ്റി. അപ്പോൾ ഞാൻ 4K ക്വാളിറ്റി ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുക്കുകയാണ്. 10 മില്യൺ വ്യൂസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുക്കുകയാണ്. പിന്നെ റിവ്യൂ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് കൊടുക്കാൻ കഴിയും. പിന്നെ അത് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഏറോ മാർക്ക് ഉണ്ട് കേട്ടോ ഇതിൽ കുറേ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഏറോ മാർക്ക് കൊടുക്കാം. അപ്പോൾ ഏറോ മാർക്ക് നല്ല വേറെ വെറൈറ്റി ഏറോ മാർക്സാണ്. ഇങ്ങനെ പിന്നെ വട്ടത്തിലുള്ള ഏറോ മാർക്ക്, ഇങ്ങനെ വട്ടം കൊടുക്കാൻ, പിന്നെ ശരി കൊടുക്കാനുള്ള ഏറോ മാർക്ക്. അപ്പോൾ ഇതൊക്കെ അവരാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഈ ഒരു എഡിറ്റ് പ്ലേസ് എന്നൊരു ഓപ്ഷൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് അതിന് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം, കിട്ടിക്കാച്ചാക്കാം. നിങ്ങൾക്ക് ഇത് എവിടെ കൊടുക്കണം എന്നുള്ളത് കറക്റ്റാക്കി ഒന്ന് ചെക്ക് ചെയ്ത് സെറ്റാക്കാം. ലോക്ക് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചേഞ്ച് പിക്ചർ, എഡിറ്റ് സ്റ്റിക്കർ, അങ്ങനെ കുറേ ഓപ്ഷൻ, അതൊക്കെ നിങ്ങൾക്ക് വേണ്ട പോലെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ അപ്പോൾ നമ്മൾ ചെയ്ത ഇതിൻ്റെ ബാക്കി നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മൈ പ്രൊജക്റ്റ് പോകാൻ കഴിയില്ല. അതായത് നമ്മളിപ്പോൾ ചെയ്ത് ഇതൊക്കെ കിട്ടുന്നതിന്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു കവർ മേക്കർ ഉണ്ടാവും. കവർ മേക്കർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താക്കാം, ഇതൊരു സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് ഈ കവർ മേക്കർ. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടാൻ കണക്കായിട്ട്, ഫേസ്ബുക്ക് കണക്കായിട്ട്, ഗൂഗിൾ കവർ, ഫേസ്ബുക്ക് കവർ ഇതിൽ അവൈലബിൾ ആണ്. ട്വിറ്റർ കവർ, പ്രസൻറ്റേഷൻ, ഡെസ്ക്ടോപ്പ്, ട്വിറ്റർ പോസ്റ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ടെക്സ്റ്റ് ഓപ്ഷൻ, പിന്നെ അതിൻ്റെ VIPയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ തമ്പനയിൽ വെക്കാൻ മാത്രമുള്ള ഇതൊക്കെയുണ്ട്. പിന്നെ ചാനൽ ആർട്ടും, പിന്നെ ചാനൽ ആർട്ടിൻ്റെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മുകളിൽ നിങ്ങൾക്ക് TV എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ എന്താക്കാം, ഫോട്ടോ സെലക്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത ശേഷം TV ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ എന്താക്കാണ് ടാബ്ലറ്റ്, ഞാനിപ്പോൾ മൊബൈലിൽ ക്ലിക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേണം എല്ലാ സംഗതി ചെയ്യാൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തൊരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ AD ഇമേജ് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ നിങ്ങൾ കറക്റ്റ് എല്ലാം കൊടുക്കുകയാണ്. എല്ലാം കൊടുത്തതിന് ശേഷം ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏറ്റവും ചെറിയ രീതിയിലാക്കിയതിന് ശേഷം അവിടെ കൊടുക്കാം. ഓക്കെ, പിന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ശരി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ആക്കിയതിന് ശേഷം ശരി കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലോട്ടേക്ക് ഈ ഒരു സാധനം നിങ്ങൾക്ക് എന്താക്കാൻ കഴിയും, സേവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സേവ് അറ്റ് എന്നുള്ളടത്ത് 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ സേവ് അറ്റുള്ളടത്ത് കാണാം. പിന്നെ നിങ്ങൾക്ക് ഇനി എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ശരി ക്ലിക്ക് ചെയ്തതിന് ശേഷം
നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലായി ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുകയും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് വീണ്ടും സേവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പം ഇത്രയുള്ള ഇന്നത്തെ ഈ വീഡിയോ. അപ്പം ഈ ഒരു ചാനൽ ആർട്ട് മേക്കിംഗ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ മനസ്സിലാവാത്ത കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചാനൽ ആർട്ട് എങ്ങനെ വെക്കാം, എങ്ങനെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇടണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ട് കാണിച്ച് തരുന്നതായിരിക്കും. തമ്പൻ നിർമ്മിക്കാൻ ഞാൻ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇങ്ങനത്തെ മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾ പോയി വാച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കി. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ അവസാനത്തിലാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവസാനം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറഞ്ഞ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ ബൈ.